മൊബൈൽ ഫോൺ അധികമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്പേം ഹെൽത്ത്, സ്പേം കൗണ്ടോ മോട്ടിലിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ മോർഫോളജിയൊക്കെ ബാധിക്കുമോ എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ്. സോ നമ്മുടെ സ്റ്റഡീസിൽ സ്പേം ഹെൽത്തും മൊബൈൽ ഫോൺ യൂസും തമ്മിലൊരു ഡയറക്റ്റ് ലിങ്ക് നമുക്ക് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ മനസ്സിലായ കാര്യങ്ങൾ എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ഹീറ്റ്, ആ ഹീറ്റ് നമ്മുടെ പോക്കറ്റിൻ്റെ അടുത്ത്, നമ്മുടെ ടെസ്റ്റസിൻ്റെ അടുത്തായിരിക്കുമ്പോഴത്തേക്കും ഇറ്റ് കുഡ് പൊട്ടൻഷ്യലി എഫക്ട് യുവർ സ്പേംസ്. അതായത് അങ്ങനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾക്കത് പറ്റും. അല്ലെങ്കിൽ സ്പേം ഹെൽത്ത് മോശമാണെങ്കിൽ ഫോൺ അവിടുന്ന് മാറ്റി വെക്കണം എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ് നമുക്ക് കണ്ടെത്താൻ പറ്റിയത്. പിന്നെ ഒരു കാര്യം, ഫോൺ അധികമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഫോണിൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ പൊതുവേ എടുത്ത് നോക്കുവാണെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അൺഹെൽത്തി ആയിരിക്കും. അവർക്ക് മിക്കവാറും എക്സസൈസ് കാണത്തില്ല, സ്ലീപ്പ് ഹാബിറ്റ്സ് പുവർ ആയിരിക്കും. സോ ഇങ്ങനെ ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉള്ളതുകൊണ്ട് അവരുടെ സ്പേമിൻ്റെ ഹെൽത്ത് പുവർ ആയിരിക്കാം. പക്ഷെ അത് ഡയറക്റ്റ്ലി ഫോൺ യൂസ് കൊണ്ടല്ല, വേറെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ആവുന്നത്. സോ നമുക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുന്നത് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, ഫോൺ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക, മാക്സിമം ടെസ്റ്റസിൻ്റെ അവിടെ ഹീറ്റ് വരാതെ നോക്കുക. സോ നമ്മുടെ ചൂടുവെള്ളത്തിൽ കുളിക്കാതിരിക്കുക, ടൈറ്റായിട്ടുള്ള ഇന്നർ വെയർ ഇടാതിരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്പേം ഹെൽത്തിനെ കുറച്ച് നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും.